തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു വന്നതൊന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള UDFന്റെ ബന്ധം സംബന്ധിച്ച് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ. അതല്ലെങ്കിൽ ഇടതുമുന്നണി ഉയർത്തിയ ആരോപണങ്ങൾ. CPM പ്രത്യേകിച്ചും വളരെ പോയിന്റഡ് ആയിട്ട് ഈ വിഷയത്തിൽ ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണല്ലോ ജമാഅത്ത് ഇസ്ലാമി, അവരതിൽ നിന്നെല്ലാം മാറിയിട്ടുണ്ട്, ഇപ്പോഴവർ പഴയ പോലെ അല്ല എന്ന് പറഞ്ഞപ്പോൾ സമസ്തയ്ക്കുള്ളിൽ നിന്ന് പോലും വിയോജിപ്പുകളുടെ സ്വരങ്ങളുണ്ടായി, ലീഗിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കി. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഈ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് സഹായകരമായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, വിലയിരുത്തുന്നുണ്ടോ? നിലമ്പൂരിൽ UDFന്റെ പൊതു സമീപനത്തെ ജനങ്ങൾ അംഗീകരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പരസ്യമായിട്ട് CPMന് RSSുമായിട്ടുള്ള ബന്ധം തുറന്നു പറഞ്ഞത് ഞങ്ങൾക്ക് കൂടുതൽ സഹായമായി. അതിനെ എത്ര തിരുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചുവോ ആ ശ്രമം പരാജയപ്പെടുക തന്നെയാണ് ചെയ്തത്. UDFനെതിരെ CPM ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു. അതാണ് അവസാനത്തെ ചിത്രം. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ഗുണം ചെയ്തിട്ടുണ്ടോ പ്രസിഡന്റ്? അത് വിലയിരുത്തേണ്ടതായിട്ട് ആ കാര്യം. അതായത് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ ആയിട്ടുള്ള ബന്ധം വന്ന സമയത്ത് ഈ ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഇതിൽ നിൽക്കുന്നു എന്ന അഭിപ്രായമാണ് UDF പറഞ്ഞത്, നേതാക്കൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ലീഗിന് ആ കാര്യങ്ങളിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായതായി പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മാത്രമല്ല സമസ്തയ്ക്ക് ഈ കാര്യത്തിൽ വലിയ അങ്കലാപ്പ് തന്നെ ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നതിൽ. ഇത് മുന്നണിക്കകത്ത് ഒരു ഇംബാലൻസ് ഉണ്ടാക്കിയേക്കാം എന്നൊരു ആശങ്ക താങ്കൾക്കുണ്ടോ? മുന്നണിയിലേക്ക് അവർ വന്നിട്ടില്ലല്ലോ, മുന്നണിയിലേക്ക് കൂട്ടിയിട്ടില്ലല്ലോ. അവർ UDFന് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്തത്. നിങ്ങൾ പത്രക്കാർ തെറ്റായിട്ട് ഒരേ കാര്യങ്ങളെ വ്യാഖ്യാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM അത് ഏറ്റെടുത്തത്. CPMന്റെ പ്രചരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. മതേതര വോട്ടുകൾ UDFന് അനുകൂലമായതുകൊണ്ട് തന്നെയാണ് UDF വിജയിച്ചത്. CPMന്റെ വികൃത മുഖമാണ് ഞങ്ങൾ തുറന്നു കാട്ടിയത്. ഞങ്ങളെ സഹായിക്കാൻ MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ മുന്നോട്ട് വന്നു. അദ്ദേഹത്തെ തിരുത്താൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ട് പോലും പരാജയപ്പെട്ടു. അവരുടെ BJP ബന്ധം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹം അതിനുവേണ്ടി ആ ബന്ധത്തെ ശാക്തീകരിക്കാനും ആ ബന്ധത്തെ മഹത്വവൽക്കരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അല്ല, എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് എവിടെയോ ഒന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ UDFന്റെ ഭാഗമായിരുന്നു എന്നല്ല പറഞ്ഞത്. UDFനെ പിന്തുണയ്ക്കുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും അത് ഞങ്ങൾ തള്ളിക്കളയുന്നില്ല എന്ന് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത് ഇത് അവരുടെ മതരാഷ്ട്രവാദത്തെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞത് അതൊക്കെ പഴയ നിലപാടാണെന്ന് പറഞ്ഞതും. പിന്നീട് ദേശാഭിമാനിയിൽ വന്നൊരു വാർത്ത, അത് വെൽഫെയർ പാർട്ടി UDFന്റെ ഘടകകക്ഷിയാകാൻ വേണ്ടി നീക്കങ്ങൾ നടത്തിയിരുന്നു, ശ്രമങ്ങൾ നടത്തിയിരുന്നു, അത്തരത്തിലുള്ള ചർച്ചകൾക്ക് അവർ മുൻകൈ എടുത്തിരുന്നു എന്നതാണ്. അതിൽ വാസ്തവമുണ്ടോ പ്രസിഡന്റ്? ദേശാഭിമാനിയുടെ വാർത്തയ്ക്ക് എന്ത് വാസ്തവമാണ്? എന്തെല്ലാം അവാസ്തവമായ വാർത്തകളല്ലേ ദേശാഭിമാനിയിൽ വരുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല. ദേശാഭിമാനി കള്ള വാർത്ത UDFനെതിരെ വാർത്ത സൃഷ്ടിക്കുന്നതിൽ എത്രയോ അവർ ബദ്ധശ്രദ്ധരാണ്. അവരുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ ചോദ്യം തന്നെ ഉദിക്കുന്നില്ല. പ്രസിഡന്റ്, ഈ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു കൂട്ടുകെട്ട് അത് ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ KPCC അധ്യക്ഷൻ ആ ആരോപണങ്ങൾ എങ്ങനെ കാണും? ആ വിമർശനങ്ങളോട് എങ്ങനെ മറുപടി പറയും? ഈ CPM ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അത് ഉന്നയിക്കാൻ അവർക്ക് യാതൊരു അവകാശവുമില്ല. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? CPMനുമായിട്ടുള്ള ബന്ധമായിരുന്നു. ദേശാഭിമാനി അവരെ പ്രകീർത്തിച്ചു പറഞ്ഞതിനെയാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കാട്ടിയത്. CPMന്റെ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കോൺഗ്രസ് എപ്പോഴും മതേതര ജനാധിപത്യ പ്രസ്ഥാനം തന്നെയാണ്. ആ മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. മതേതരത്വത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രാഷ്ട്രപിതാവും രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഇന്ദിരാഗാന്ധിയുമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അതാണ് കോൺഗ്രസിന്റെ മഹത്തരമായ പാരമ്പര്യം. അതിൽ നിന്ന് കോൺഗ്രസ് തെല്ലിട പോലും പ്രതികരിക്കുന്ന പ്രശ്നമില്ല. അതിനൊന്നും ആർക്കും തർക്കം വേണ്ട.